ശരിയാണ്, നമ്മുടെ ടീം, നമ്മുടെ രാജ്യമാണ് കളിക്കുന്നത്, നമ്മുടെ ടീം ഇന്ത്യയാണ്. സഞ്ജു സാംസണോട് കേരളത്തിലുള്ളവർക്ക് പൊതുവെ ഒരു വലിയ സ്നേഹമുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിലൊരാളാണ് ഈ മത്സരത്തിന് ഇറങ്ങി പുറപ്പെടുന്നതെങ്കിലോ ആ വികാരം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് തിരുവനന്തപുരംകാർ. വിഴിഞ്ഞത്ത് വലിയ പള്ളി ഗ്രൗണ്ടിൽ നിന്നാണ് അശ്വിൻ ത്യാഗോ നമ്മളോടൊപ്പം ചേരുന്നത്. അശ്വിൻ, വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകൾ, നമുക്കറിയാം ന്യൂസിലൻഡുമായിട്ടുള്ള 2020 പരമ്പരയുടെ ടിക്കറ്റ് അത് ഇഷ്യൂ ചെയ്ത് മിനിറ്റ് കൊണ്ട് തീർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അത്രയ്ക്ക് ആവേശമായിരിക്കും അവിടെ. തീർച്ചയായും ഒരു സംശയം വേണ്ട, ഞാൻ ഉള്ളത് വിഴിഞ്ഞത്ത് തന്നെയാണ്. ഈ വിഴിഞ്ഞത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകും, ഒരു ഭാഗത്ത് വിഴിഞ്ഞം പോർട്ട്, മറുഭാഗത്ത് വിഴിഞ്ഞത്തിന്റെ അതിമനോഹരമായ തീരം, അതിന്റെ ഒത്ത നടുവിലായി സഞ്ജു എന്ന ഒരു മഹാപുരുഷൻ, വിഴിഞ്ഞത്തിന്റെ കണ്ണിലുണ്ണി, വിഴിഞ്ഞത്തിന്റെ മാത്രം ഒരു വിജയ പുത്രൻ എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ഇന്ന് ഞായറാഴ്ചയാണ്, നല്ല ഈ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെല്ലാം രാവിലെ തന്നെ കടലിലൊക്കെ പോകുന്ന സമയമാണ്. പക്ഷെ ഇന്ന് വിഴിഞ്ഞം നിശ്ചലമാണ്. അതിനുള്ള കാരണം ഒന്നേ ഉള്ളൂ, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നു. ന്യൂസിലാൻഡിനെതിരെ വേൾഡ് കപ്പ് നേടും എന്നൊരു പ്രതീക്ഷയുമായി. ആ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കുന്നത് ഈ വിഴിഞ്ഞത്തിന്റെ മണൽത്തരികളിൽ നിന്ന് പിച്ച് വെച്ച ഒരു ബാലൻ. അവൻ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ കഷ്ടപ്പെട്ട് ഭാഗമായി ചുമക്കുമ്പോൾ നേരത്തെ സഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെ കൊണ്ടാക്കി കൊടുത്തൊരു കാലമുണ്ട്. ആ പയ്യൻ ഇന്ന് ലോകകപ്പ് നേടുന്നതിനു വേണ്ടി അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് പാടി കെട്ടുമ്പോൾ തീർച്ചയായും വിഴിഞ്ഞത്തിന് അത് ഏറ്റവും അഭിമാനകരമായൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം സഞ്ജുവിനെ അവർ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് സഞ്ജുവിനെ പ്രോത്സാഹിപ്പിക്കും എന്നൊരു ചോദ്യമാണ് വിഴിഞ്ഞത്തുകാരുള്ളത്. ഞാനുള്ളത് വിഴിഞ്ഞം വലിയ പള്ളി ഗ്രൗണ്ടിന് സമീപത്താണ്. ഇവിടെ കളി തുടങ്ങുമ്പോൾ അത് സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടി സഞ്ജുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. സഞ്ജുവിന്റെ കളി കാണുന്നതിന് വേണ്ടി നാട്ടുകാർക്ക് മുഴുവൻ ഒന്നിച്ചിരുന്ന് കാണുന്നതിന് വേണ്ടി നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ ചേർന്നാണ് ഈ വലിയൊരു സ്ക്രീൻ ഇവിടെ ഉള്ളത്. മാത്രമല്ല വിവിധ സ്പോർട്സ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ സഞ്ജുവിന്റെ വലിയ കൂറ്റൻ ഫ്ലക്സുകളും ഇവിടെ അണിനിരന്ന് കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവിടെ ആളുകൾ ഒഴുകിയെത്തും എന്നുള്ളതാണ്. ഇന്ന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി സഞ്ജുവിന് വേണ്ടി കാത്തിരിക്കുന്നു. ചേട്ടാ, സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കും? ഉറപ്പായിട്ടും സെഞ്ചുറി അടിക്കും, തീർച്ചയായിട്ടും. സെഞ്ചുറി അടിച്ചിട്ട് 80 റൺസ് ആയിരിക്കുന്നു. 80 അടി സഞ്ജു ഇന്ന് അടിച്ചു പൊളിക്കുക, ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കാം. ആദ്യം നമ്മളെ പയൻ കേരള തീരത്തെ വീഴത്തിന്റെ കേരള തീരത്തെ നമ്മളെ സഞ്ജു സാംസൺ ഇന്ന് ഉറപ്പായിട്ടും സഞ്ജു വിഴിഞ്ഞത്തിന്റെ മണ്ണിന്ന് ക്രിക്കറ്റിന്റെ ജീവൻ പടർത്തിയ വിഴിഞ്ഞം മണ്ണിൽ നിന്ന് സഞ്ജു ഇന്ന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉറപ്പായിട്ട് സെഞ്ചുറി അടിക്കും. ഒപ്പം ഇന്ത്യ ആ ഒരു വേൾഡ് കപ്പ് വീണ്ടും ഇന്ത്യയുടെ നിറകയിൽ വീണ്ടും ധോണി വീണ്ടും പിറക്കും സഞ്ജുവിൽ കൂടി. സഞ്ജു കഴിഞ്ഞ 2 കളിയിലും നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ഫോമിലാണ്. ഇന്നൊരു സെഞ്ചുറി ആയാൽ വീട്ടിന് ഇരട്ടി മധുരം. അതെ, സഞ്ജുവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അല്ല ഇതുണ്ടാവുന്ന സെഞ്ചുറി അടിക്കുന്ന ആഗ്രഹിക്കുന്നത് സഞ്ജു നമ്മുടെ കേരളത്തിന്റെ മുത്തണ്. ആ സഞ്ജുവിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ചില്ലറകളല്ല കിവികൾ. എന്താ പറയാനുള്ളത്? സഞ്ജു സെഞ്ചുറി അടിക്കും, ഇന്ത്യ ജയിക്കും. ഉറപ്പായിട്ട് ഇന്ത്യ ജയിക്കും. സഞ്ജു സെഞ്ചുറി അടിച്ചിരിക്കും. ഇവിടെ സഞ്ജു ജയിച്ച എന്തെങ്കിലും വലിയ ആഘോഷങ്ങളുണ്ടോ? പൈസ അങ്ങനെ ഉറപ്പായിട്ടും എന്റെ വിഴിഞ്ഞം എന്നുള്ള വാട്സാപ്പ് കൂട്ടായ്മ ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്ക്രീനും അതുപോലെ യുവാക്കൾക്ക് ഹരമായി തീരുന്ന ഈ മണ്ണിനെ ഞങ്ങൾ സഞ്ജുവിന്റെ ഒന്നുകൂടി ഞങ്ങൾ വിജയാശംസകൾ. സഞ്ജു എവിടെ പോയാലും സഞ്ജു പറയുന്നത് വിഴിഞ്ഞത്തെ കുറിച്ചാണ്. വിഴിഞ്ഞം തന്ന സപ്പോർട്ടിനെ കുറിച്ചാണ് സഞ്ജു എപ്പോഴും പറയുന്നത്. ഇന്ന് സഞ്ജുവിന് തിളങ്ങാനായില്ലെങ്കിൽ ഈ സപ്പോർട്ട് തുടരും. ഉറപ്പായിട്ടും, കാരണം ഞങ്ങളുടെ പയ്യനാണ്. ഞങ്ങളെ ഇന്ന് താഴ്ത്തപ്പെട്ടിട്ടും ഞങ്ങളുടെ സപ്പോർട്ടാണ് സഞ്ജുവിന്റെ കരുത്ത്. ഈ മണ്ണാണ് സഞ്ജുവിന്റെ കരുത്ത്. അതെ മധു, അത് തന്നെയാണ്. ഈ മണ്ണിൽ നിന്നാണ് സഞ്ജു സാംസൺ എന്ന സഞ്ജു ഇപ്പോൾ മലയാളികളുടെ ചേട്ടനായി, ഇന്ത്യയുടെ തന്നെ ചേട്ടനായി നിൽക്കുന്നത് എന്നുള്ളതാണ്. സഞ്ജു ഒന്നാണ്, സഞ്ജു ഞങ്ങൾ ഒന്നാണ്. ഒന്നില്ല, സഞ്ജു ഒന്നില്ല, വേറെ ഒന്നല്ല, എല്ലാവരെ ഒന്നാണ്. മാറ്റം അതിലൊന്നുമില്ല. നമുക്ക് സെഞ്ചുറി അടിക്കുന്നതിനേക്കാളും സഞ്ജുവിന്റെ തോൽവി. സഞ്ജു തോറ്റാൽ വിഴിഞ്ഞം തോറ്റതുപോലെ ഒന്നാണ്. സഞ്ജു തോക്കില്ല. അതെ, ഞങ്ങളുടെ കരുത്താണ്, വിഴിഞ്ഞത്തിന്റെ കരുത്താണ്, വിശ്വാസമാണ്. വിഴിഞ്ഞത്തിന്റെ കരുത്താണ്. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഈ വെയിലില് ചൂടേറ്റ് നിങ്ങൾ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കിയ ആ ഒരു സഞ്ജു സാംസൺ അല്ലേ? ഞങ്ങളുടെ ശ്വാസവും സഞ്ജുവിന്റെ ശ്വാസവും ഒന്നാണ്. സെഞ്ചുറി അടിക്കുന്ന കാര്യമല്ല. കഴിഞ്ഞ 2 മാച്ചിലായിരുന്നാലും സെഞ്ചുറി അടിച്ചില്ലെങ്കിൽ പോലും അതൊരു ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് ആയിരുന്നു. അതുപോലെ ഇന്നിംഗ്സ് എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. സെഞ്ചുറി അടിച്ച ഇരട്ടി മധുരമാണ്. കിവീസിനോട് സഞ്ജുവിന് ഒരു പ്രതികാരം തീർക്കാനുണ്ട്. സന്തോഷമാണ് മനുഷ്യരുടെ മുഖത്ത് നോക്കൂ. ഞങ്ങൾ ഒന്നാണ് എന്ന് പറയുമ്പോൾ അഭിമാന ബോധം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. അതാണ് ഞാൻ നേരത്തെ പ്രേക്ഷകരെ പറഞ്ഞത്. ഏറ്റവും വലിയ ആവേശവും സ്നേഹവും ഒക്കെ നമുക്ക് തിരുവനന്തപുരത്ത് ഈ ദിവസം കാണാൻ കഴിയുമെന്ന് വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്. വലിയ സ്ക്രീനുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ അവിടേക്ക് വരും. എന്തായാലും ഈ രാത്രി ആഘോഷരാവാണ് കേരളത്തിന് മുഴുവനും, തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ചും.